ഹായ് കൂട്ടുകാരെ, അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണിൻ്റെ മറ്റൊരു നവരസം കൂടി ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. ഇപ്പോൾ എപ്പോഴും ഇതുപോലെ ഊ ഊ ഊ എന്ന് കാണിച്ചുകൊണ്ടിരിക്കും. അത് എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ തമ്പുരാൻ അറിയാം കേട്ടോ. പക്ഷേ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. രാവിലത്തെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കലാപരിപാടികളും കുരുത്തക്കേടുകളും മറ്റുമാണ് കേട്ടോ. റൂമിലേക്ക് കൊണ്ടുവന്നാലോ അവരുടെ കുഞ്ഞലമാരയിലിരിക്കുന്ന എല്ലാ തുണികളും വാരി വലിച്ചങ്ങ് ഇടും കേട്ടോ. അത് ഞാൻ അടുക്കി വെച്ചാലും അത് തിരിച്ചതുപോലെ വാരി കൂട്ടി വെക്കുന്നതാണ് പരിപാടി. പക്ഷേ കുറച്ച് നേരമെങ്കിലും കരയാതിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടുപേരും നല്ല ആക്റ്റീവായിരിക്കും, കരയാതെ ഇരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ കണ്ണടയ്ക്കും കേട്ടോ. പിന്നെ രണ്ടുപേരും നടക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരാളുടെ മണ്ടയിലൂടെ പിടിച്ചാണ് മറ്റൊരിടത്തേക്ക് പോകുന്നത്. അങ്ങനെ ഉച്ചയൊക്കെ ആവാറായപ്പോഴേക്കും ചെറിയൊരു മഴ പെയ്തു കേട്ടോ. ആ മഴ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ ഞാൻ വെളിയിലേക്കൊന്നും അങ്ങനെ മഴ സമയത്ത് ഇടിയുള്ള സമയത്തൊന്നും പുറത്ത് കൊണ്ടുവരാറില്ല. എന്നാൽ കൂടി കുറച്ച് സമയം അവർ റൂമിനകത്തിരുന്ന് കഥ തുറന്നപ്പോഴേക്കും മഴ കണ്ടപ്പോഴേക്കും പുറത്തേക്ക് ചാടി ഇറങ്ങി കേട്ടോ. പിന്നെ പുറത്ത് കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി നല്ല നിർബന്ധം കാണിച്ചു. പിന്നെ കുറച്ച് നേരം രണ്ടുപേരെയും ഞാനും കൂടെ ഇരുന്ന് മഴയൊക്കെ കാണിച്ചു. അതിനുശേഷം നമ്മൾ അകത്തേക്ക് പോയി കേട്ടോ. അങ്ങനെ അധികം നേരമൊന്നും ഇരുത്താറില്ല, തണുപ്പാണ്. അതെല്ലാം കൊണ്ട് തന്നെ കുറച്ച് സമയം മാത്രം മക്കളെയും കൊണ്ടിരുന്ന് മഴയൊക്കെ കാണിച്ചു. പ്രകൃതിയിലെ ഇതുപോലുള്ള ഒരു വിരുന്നുകാരിയല്ലേ മഴ എന്ന് പറയുന്നത്. അപ്പം ഇടയ്ക്കൊക്കെ ഇതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ മഴയൊക്കെ കാണിച്ചും ഒക്കെ വളർത്തുന്നതൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. നമ്മളെപ്പോഴും റൂമിൽ തന്നെയല്ലേ പൂട്ടിയൊക്കെ ഇട്ട് തന്നെയല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കൂടെ ഇരിക്കുക, ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുറത്തിറങ്ങി മഴയൊക്കെ കാണിക്കുക, എല്ലാവരെയും പരിചയപ്പെടുത്തുക, അതൊക്കെ നല്ലത് തന്നെയാണ്. അങ്ങനെ കുറച്ച് നേരം മഴയത്തൊക്കെ കളിച്ച ശേഷം മക്കൾക്ക് അപ്പോഴേക്കും വിശപ്പടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഉച്ചയ്ക്ക് കൊടുക്കുന്ന ചോറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചോറ്, മുട്ട പൊരിച്ചത്. ഇപ്പം മിക്ക ദിവസം കുറച്ച് മുട്ട വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. മുട്ട പൊരിച്ചതുണ്ടാവും, നമ്മളതിൻ്റെ കൂടെ പപ്പടം കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാം ചേർത്ത് ഇളക്കി തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ സാമ്പാറുള്ളപ്പോൾ സാമ്പാർ കൊടുക്കും, കിച്ചടി ഉണ്ടെങ്കിൽ കിച്ചടി, അവിയൽ, അതെല്ലാം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാറ്റിയും തിരിച്ചുമൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുഞ്ഞുങ്ങൾ ഓരോ ദിവസം ഓരോ ടേസ്റ്റാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ ഇപ്പോൾ അവർക്ക് മുട്ട ഇഷ്ടമാണെന്ന് തോന്നിയതുകൊണ്ട് ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ ആസ്വദിച്ച് ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയത്ത് കുറച്ച് നേരം ഇറങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും വിശപ്പൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും രണ്ടുപേരും കരച്ചിൽ തുടങ്ങി. പിന്നെ ഞാൻ ഇളക്കി രണ്ടുപേർക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ താഴെ ഇരുത്തിയാണ് എന്നും കൊടുക്കുന്നത്. ഇന്ന് ഞാൻ ഇങ്ങനെ ജനലിൽ കൂടെ മഴ കാണാൻ പറ്റും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് മഴയൊക്കെ കാണട്ടെ, അതുകൊണ്ട് ഇങ്ങനെ നിർത്തി കുറച്ച് നേരം ഫുഡ് കൊടുത്തു കേട്ടോ. രണ്ടുപേരും ഇതുപോലെ തല്ലാണ് കേട്ടോ. അടുത്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തല്ലും, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലൊക്കെയാണ്. അപ്പം വളർന്നു വരുന്നതിനനുസരിച്ച് രണ്ടുപേരെ വാശിയും കാര്യങ്ങളും ഒക്കെ കൂടി വരികയാണ്. ഇതിപ്പം ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഒരുപാട് ചോറ് ഉരുട്ടി വയ്ക്കുന്നതൊക്കെ തോന്നും കേട്ടോ. പക്ഷെ അങ്ങനെ ഈ കുറേശ്ശെയാണ് കൊടുക്കുന്നത്. അതുപോലെ നന്നായിട്ട് ഞെവിടി നന്നായിട്ട് വെന്ത ചോറ് നന്നായിട്ട് ഇളക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ വെള്ളവും കൊടുക്കും കേട്ടോ. കാരണം അത് തൊണ്ടയിലൊന്നും ഇരിക്കാതിരിക്കാനും അങ്ങനെ കുറേശ്ശെ ഞെവിടി രണ്ട് പേർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അത് ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കുന്നുണ്ട്. അവർക്ക് വിശപ്പുണ്ടെങ്കിലും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് കഴിക്കും. അപ്പം വിശപ്പൊന്നും ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ നിർബന്ധിച്ച് പിറകെ നടക്കണം കേട്ടോ. അപ്പം ഞാൻ ഒരു വിശപ്പാവുന്ന സമയത്തായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് സമയം കസേരയിലൊക്കെ നിന്ന് കഴിച്ച ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കുരുത്തക്കേടുകളിലൊക്കെ മറ്റും ഏർപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ അവരെവിടെയാണോ നിൽക്കുന്നത് അവരുടെ കൂടെ നടന്ന് വേണം ഫുഡ് കൊടുക്കാൻ. അതെല്ലാ അമ്മമാർക്കും അറിയാമായിരിക്കുമല്ലോ, എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. കുഞ്ഞുങ്ങളങ്ങനെ തന്നെയാണ്. ഒരു ഉരുള ചോറ് വായിക്കുകയാണെങ്കിൽ ആ ഒരു ഉരുള ചവച്ച് തീരുന്നവരെ അവർ മറ്റവരുടെ കലാപരിപാടികളിലൊക്കെ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. നമ്മളവരെ കൂടെ നടന്ന് അവരെ കൂടെ ഇതുപോലെ നടന്ന് ഇരുന്നും എടുത്തും ഒക്കെയാണ് ഫുഡ് കൊടുക്കുന്നത്. പിന്നെ ഇരട്ട കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഇപ്പം ഒരേ സ്ഥലത്ത് തന്നെ കാണും കേട്ടോ. എന്തൊരു കുരുത്തക്കേടിൽ ഏർപ്പെട്ടാലും അത് രണ്ടുപേരും കൂടെ ചേർന്ന് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊരു സാധനം എടുത്താലും രണ്ടുപേരും ആ ഒരു സാധനം വെച്ച് തന്നെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും രണ്ടുപേരെയും കുളിപ്പിച്ച് സുന്ദരി കുട്ടികളൊക്കെ ആക്കി കണ്ടോ, ഒരു താറാ കുഞ്ഞിനെയൊക്കെ എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ നൈറ്റ് ആയപ്പോഴേക്കും ചേട്ടൻ കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ചാളയും നെത്തോലിയും കാര്യങ്ങളെല്ലാം പിറ്റേ ദിവസത്തേക്കാണ്. എന്നുകൂടി നമ്മൾ അന്ന് രാവിലെ അധികം കറിയൊന്നും വയ്ക്കാത്തതുകൊണ്ട് നൈറ്റത്തേക്ക് പിന്നെ നമ്മൾ
ചാള വറുക്കുകയും നെത്തോലിയും കുറച്ച് വറുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ റംബൂട്ടാനും അതുപോലെ ചക്കപ്പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ നല്ല മധുരമുള്ളതാണ്. ഇത് നമുക്ക് തോന്നും വിളഞ്ഞിട്ടില്ല, ചെറുതാണല്ലോ എന്ന്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് അതൊക്കെ കഴിച്ചു, ഫുഡൊക്കെ കഴിച്ചു. മക്കൾക്ക് കൊടുക്കേണ്ട ഫുഡൊക്കെ നൈറ്റ് കൊടുത്തു, പാലൊക്കെ കൊടുത്തു. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി വന്നു. അങ്ങനെ കുറച്ച് സമയം ഇതുപോലെ തന്നെയാണ് ഇന്നും രാത്രിയിൽ. അച്ഛൻ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അച്ഛൻ്റെ വയറിൻ്റെ ഒക്കെ കയറി ഇരുന്ന് കളിയാണ്, കണ്ണുകുത്തി കളിക്കലാണ് ഇപ്പോൾ പ്രധാന പരിപാടി. പിന്നെ രാവിലെ നേരം വെളുത്ത് അച്ഛനും മോളും കൂടെ വന്ന് അച്ഛൻ ഉണ്ടാക്കിയ കറികളൊക്കെ മക്കളെ പരിചയപ്പെടുത്തുകയാണ്. അതിനകത്ത് കിച്ചടി ഉണ്ട്, ഇഷ്ടപ്പെട്ട മക്കൾക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ ഉച്ചയ്ക്ക് കഴിക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ പഠിപ്പിക്കുകയാണ്. അതെല്ലാം നോക്കിയിട്ട് വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ കണ്ടതാണ് അച്ഛാ, നമുക്ക് പതിവ് കിട്ടുന്ന ബിസ്ക്കറ്റ് കാപ്പ് അമ്മയോട് തരാൻ പറ എന്ന രീതിയിൽ നോക്കിയാണ്. ഞാൻ ബിസ്ക്കറ്റ് കുഞ്ഞാറ്റപ്പെണ്ണ് വാങ്ങിച്ചു. അങ്ങനെ പൂമ്പാറ്റ പെണ്ണിനും ബിസ്ക്കറ്റൊക്കെ കൊണ്ടു കൊടുത്തു കേട്ടോ. അങ്ങനെ അവരുടെ പതിവ് പാപ്പം കയ്യിൽ കിട്ടിയ ശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന പാപ്പം തന്നെയാണോ നിൻ്റെ കയ്യിലും. അപ്പോഴും കുഞ്ഞാറ്റപ്പെണ്ണ് ഊ ഊ ഊ എന്ന് കാണിക്കുകയാണ്. ഞാൻ ഊന്ന് തിരിച്ച് കാണിച്ചപ്പോൾ അവൾ തുപ്പി കാണിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ തണുപ്പിക്കാൻ വെച്ചു. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കിച്ചടി ഉണ്ടായിരുന്നു. കിച്ചടി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്. ഞാൻ പറയത്തില്ലേ, എന്തോ കറി ഉണ്ടാക്കി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാറില്ല, ഇടവിട്ടാണ്. പിന്നെ വെണ്ടയ്ക്കയുടെ വിഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ വെണ്ടയ്ക്കയുടെ വിഴുക്കുവരട്ടിയും കിച്ചടിയും എല്ലാം തന്നെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ ചാള വറുത്തതും നെത്തോലിയുടെ കറി, അല്ലെങ്കിൽ നെത്തോലി നമ്മൾ പീര വറ്റിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഇതെല്ലാം രാവിലെ ചേട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ചേട്ടനിപ്പം ഡ്യൂട്ടിക്ക് ഒരുപാട് നേരത്തെ പോകുന്നതിൻ്റെ അന്നാണ് നമ്മൾ അധികം കറിയൊന്നും ഉണ്ടാക്കാത്തത് കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ച ശേഷം ചേട്ടൻ കുളിക്കാനായിട്ട് പോയി. അപ്പോഴേക്കും ഞാൻ ചായ ഇടാനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറുക്കൊക്കെ അനത്തി കാച്ചി വയ്ക്കാൻ വേണ്ടിയൊക്കെ ഒരുങ്ങി കേട്ടോ. പിന്നെ അച്ഛന് വേണ്ടിയുള്ള തേയിലകളും ചേട്ടന് കൊണ്ടുപോകാനുള്ള ഇലയെല്ലാം വാട്ടിയൊക്കെ വെച്ചു. കാരണം ആ ഒരു സമയം ചേട്ടൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ച് പൊതിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിരിക്കും കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് എല്ലാ പാത്രവും അതുപോലെ കിച്ചണെല്ലാം രാവിലെ തന്നെ ചേട്ടൻ ഭൂരിഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അതിന് ശേഷം ഈ ചായ ഇടുന്നതായിക്കോട്ടെ, കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കുന്നതായിക്കോട്ടെ, ചോറ് വെച്ചിട്ട് പാരി അടച്ചിരുന്ന കുറച്ച് പാത്രങ്ങളാണ്, അതൊക്കെയാണ് പിന്നെ കഴുകാനായിട്ടൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പം ചായയൊക്കെ ഇട്ടു. അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ ഒരു സൈഡിൽ ഇങ്ങനെ ബിസ്ക്കറ്റൊക്കെ വെച്ച് കഴിച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ നിർബന്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിയും നടക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം രാവിലത്തെ ഫുഡ് വയ്ക്കുന്ന പരിപാടികളിൽ ചേട്ടൻ കൂടി സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ ചായയൊക്കെ ഇട്ടു, അച്ഛനുള്ള തേയിലകളൊക്കെ ഇട്ടു, എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചപ്പോഴേക്കും മക്കൾ ഒരു സൈഡിൽ നിന്ന് കരച്ചിലും നിലവിളിയൊക്കെ തുടങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി മക്കളവിടെ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരുടെ കയ്യിൽ ഓരോ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടെങ്കിലും ഒരാളെ ഇരിക്കുന്ന ബിസ്ക്കറ്റിന് വേണ്ടിയായിരിക്കും തല്ലുകൂടുന്നത്. അപ്പം അതിനു വേണ്ടിയും ഒരു നിർബന്ധവും കരച്ചിലും ഒക്കെ അവിടെ കേൾക്കാം. അങ്ങനെ ഞാൻ കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടി റാഗിയുടെ കുറുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി റാഗി കുറുക്ക് വേണമല്ലോ. അപ്പം റാഗിയും പനങ്കൽക്കണ്ടവും എല്ലാം കൂടെ ചേർത്ത് കുറുക്കി എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഇപ്പോൾ ഇഡലി, ദോശ എല്ലാം കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ രാവിലെ റാഗി കുറുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കൂടി നമ്മൾ സ്കിപ്പ് ചെയ്ത് എല്ലാം മാറ്റി തന്നെ കൊടുക്കണം. ഇപ്പം കുറുക്കൊക്കെ റെഡിയാക്കി വെച്ച ശേഷം ചേട്ടന് കൊണ്ടുപോകാൻ വേണ്ടി പൊതി കെട്ടാൻ വേണ്ടി ഒരുങ്ങി. അങ്ങനെ ചോറൊക്കെ തണുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ചോറ് പൂർണ്ണമായിട്ടും ആ ഒരു സമയത്ത് വേവില്ല. അപ്പം നമുക്ക് കഴിക്കാനുള്ള ചോറെല്ലാം അതിന് ശേഷമാണ് ഊറ്റി വെക്കുന്നത്. അപ്പം ചോറിൻ്റെ കൂടെ വെണ്ടയ്ക്കയുടെ ഫ്രൈയും മീൻ വറുത്തതും മീൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു ഇന്ന്. പിന്നെ കിച്ചടി ചേട്ടൻ എടുത്തിട്ടില്ലായിരുന്നു. നമ്മളത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല ചോറിൻ്റെ കൂടെ അങ്ങനെ കിച്ചടിയൊന്നും അങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും ചേട്ടൻ കുളിച്ച് റെഡിയായി. പൂമ്പാറ്റ പെണ്ണ് ചേട്ടൻ്റെ കയ്യിൽ കയറി വന്നു. പിന്നെ കറി കുറച്ചിട്ടാൽ മതി, എല്ലാം കൂടെ വിളമ്പരുത്, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മക്കളുടെ കുരുത്തക്കേടും കാര്യങ്ങളൊന്നും കാണിക്കരുത്, കരഞ്ഞ് നിലവിളിച്ച് ബഹളമൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ മക്കളുടെ അടുത്ത്. പിന്നെ കുറച്ച് നേരം അച്ഛനും മക്കളും ഒക്കെ ആയിട്ട് ഇതുപോലെ എടുത്ത് നടന്ന് ഉമ്മയൊക്കെ കൊടുത്ത്, കാരണം പോകുന്നതിന് മുമ്പ് കുറച്ച് നേരം അച്ഛൻ്റെ കയ്യിലായിരിക്കും കേട്ടോ. കാരണം പിന്നെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്കല്ലേ അവരുമായിട്ട് സമയം കിട്ടുന്നത്. അപ്പം പോകുമ്പോഴും വരുമ്പോഴും എല്ലാം അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ കയറിയിരിക്കും, പിടിച്ച് വാങ്ങിച്ച്
മാറ്റി വയ്ക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഇറങ്ങാൻ തയ്യാറാവത്തില്ല രണ്ടുപേരും കേട്ടോ. കൈ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ എടുക്കാൻ പോകുമ്പോൾ തന്നെ തിരിയുകയാണ്. പിന്നെ നിർബന്ധിച്ചാണ് ഞാൻ കൊണ്ട് വയ്ക്കുന്നത്. പിന്നെ രണ്ടുപേരും ബിസ്ക്കറ്റ് പാപ്പൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ തന്നെ ഇപ്പോഴേ ശീലം പഠിപ്പിച്ചു. ആകെ ഒരു 2-3 പല്ലേ വന്നിട്ടുണ്ടെങ്കിലും ചെറുതിലേ തന്നെ ഇപ്പോൾ തന്നെ ചേട്ടൻ പല്ല് ഏൽപ്പിക്കുകയാണ് കേട്ടോ. എല്ലാം പല്ലും ഇപ്പം ബിസ്ക്കറ്റ് പാപ്പം കഴിച്ചാലായിക്കോട്ടെ എന്തായാലും ആ ഉള്ള 2 കിന്നരിപ്പല്ലിനെ തേച്ച് പഠിപ്പിക്കുകയാണ്. അങ്ങനെ അച്ഛൻ്റെ കൈ കയറി നിന്ന് കുഞ്ഞാറ്റപ്പെണ്ണ് പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ നോക്കുന്നുണ്ട്. കണ്ടോ അമ്മേ ഞാൻ പല്ല് തേക്കുകയാണ് എന്നുള്ള രീതിയിൽ നോക്കിയാണ് കേട്ടോ. ഞാനിപ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ബാത്റൂമൊക്കെ തുറന്നിട്ടാണ് ബ്രഷ് ചെയ്യുന്നത്. കാരണം അവരെ ഇപ്പം അടുത്ത് വെച്ചിട്ട് തന്നെ ആയിരിക്കും ഇപ്പം എൻ്റേതായ ചെറിയ കാര്യങ്ങൾ അവർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ചെയ്യുന്നത്. അപ്പോൾ അവർ അപ്പോഴും കണ്ട് ശീലിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ വിരൽ വായിലേക്ക് ഇട്ട് കാണിക്കും. ഇപ്പോൾ ചേട്ടൻ ഇങ്ങനെ പല്ല് തേച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പൂമ്പാറ്റ പെണ്ണായിക്കോട്ടെ കുഞ്ഞാറ്റ പെണ്ണായിക്കോട്ടെ അത് രസമായിട്ട് ഒരു നേരെ അടങ്ങി തന്നെ ഇരുന്ന് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ മുഖം കഴുകിക്കുകയാണെങ്കിൽ മുഖം പോലും കാണിക്കും. ഇപ്പോൾ കുറുക്കൊക്കെ പറ്റിയിരിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഒന്ന് മുഖത്ത് തൊട്ട് കഴിഞ്ഞാൽ അപ്പം നിർബന്ധം. അച്ഛൻ മുഖം പല്ലൊക്കെ തേപ്പിച്ചപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. അച്ഛൻ പോകാറായി എന്നറിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നേരം പിന്നെ സോഫയിലൊക്കെ കൊണ്ടുവച്ചു. അങ്ങനെ അച്ഛന് ഫ്ലൈയിങ് കിസ് കൊടുക്കുകയാണ് പോകാറായപ്പം. കുഞ്ഞാറ്റപ്പെണ്ണ് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ, ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞാൽ. അതാണ് ഈ കൈ കൊണ്ട് കാണിക്കുന്നത്. ഉമ്മയും ടാറ്റയും എല്ലാം കൊടുക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സോഫയിൽ കയറി ഇറങ്ങി അവരെ ഹൈറ്റിലുള്ള തന്നെയാണ്. നമ്മളിപ്പം താഴെ വെച്ചാലും രണ്ടുപേരും കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യും. അപ്പം അച്ഛൻ അങ്ങോട്ട് പോകുന്ന കണ്ടപ്പം സൂപ്പർ ഫാസ്റ്റ് പോലാണ് ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യുന്നത് രണ്ടുപേരും. നമ്മളിപ്പോൾ താത്ത് വെച്ചാലും രണ്ടുപേരും ചാടി കയറി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 കൈ കൊണ്ട് മാറി മാറി കുഞ്ഞാറ്റപ്പെണ്ണ് ഉമ്മ കൊടുക്കുകയാണ്. പൂമ്പാറ്റ പെണ്ണ് നീ അവിടെ ഉമ്മ കൊടുത്തോണ്ടിരുന്നോ, ഞാൻ അച്ഛൻ്റെ കൂടെ പോകുക എന്നുള്ള രീതിയിൽ ചാടി സോഫയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഭയങ്കര ഫാസ്റ്റിലാണ് പോകുന്നത് അച്ഛൻ്റെ കൂടെ. ഇത് കണ്ടപ്പോൾ സഹിക്കുമോ കുഞ്ഞാറ്റയ്ക്ക്? കുഞ്ഞാറ്റയും ഒട്ടും മടിക്കാതെ തന്നെ അതിൽ നിന്ന് ഇറങ്ങി ഇങ്ങ് പോയിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ പോകുന്ന നോക്കിയിരിക്കുകയാണ് വാതിൽപ്പടിക്ക് വന്നിരുന്നത് കേട്ടോ. ഇതൊരു വിഷമമുള്ള ഒരു സിറ്റുവേഷനാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഒരു ഇത് കണ്ടോ, രണ്ടാമത്തെ ആളും അങ്ങനെ ചാടി ഇറങ്ങിയാണ് കേട്ടോ. അങ്ങനെ അവളുടെ ഹൈറ്റുള്ള ഒരു സോഫയാണ് കേട്ടോ. വളരെ ഹൈറ്റൊന്നും ഇല്ല. ഇപ്പം കൊച്ചിലെ ഒന്നും ഇരുത്തത്തില്ലായിരുന്നു. ഇപ്പം രണ്ടുപേർക്കും ആ ഒരു കാലുപൊക്കി കയറാനുള്ള ആ ഒരു രീതി എത്തിയിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും വന്നിരുന്ന് ഫ്ലൈയിങ് കിസും ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്തിരിക്കുകയാണ്. അച്ഛനെ നോക്കിയിരിക്കുകയാണ്. അച്ഛനും അവിടെ ഇരുന്ന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മിക്കപ്പോഴും ഇതുപോലെ അപ്പൂപ്പൻ ചായ കുടിക്കുമ്പോൾ അപ്പൂപ്പൻ്റെ അടുത്ത് തന്നെ വന്ന് ഇരിക്കാറുണ്ട് കേട്ടോ. ഇവിടാണ് കളിക്കാനിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ അധികം ഇരുത്താത്തതെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിൻ്റെ അവിടെ വന്ന് അവർ ഇരിക്കും. സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നാലോ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്ന് പുറത്തേക്ക് ഇറങ്ങി കല്ലും മണ്ണും ഒക്കെ വാരി പറക്കി വായിലൊക്കെ ഇടാൻ ശ്രമിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അധികവും ഇതുപോലെ ഹാളിനകത്തോ അല്ലെങ്കിൽ ഇങ്ങനെ സിറ്റ് ഔട്ടിനകത്തൊന്നും കൊണ്ട് വയ്ക്കാറില്ല കുഞ്ഞുങ്ങളെ. പിന്നെ നമ്മളെ കണ്ണൊന്ന് തെറ്റിയാൽ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കിടക്കുന്ന നല്ല തെറ്റലൊക്കെ ആയിരിക്കും, വീഴാൻ നല്ല ചാൻസാണ്. എന്നാൽ കൂടി ഇതുപോലെ സിറ്റ് ഔട്ടിൽ കൊണ്ട് വയ്ക്കാത്തതിനാണ് ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിച്ച് കരയുന്നത്. ഈ അലറി കരയുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ. ആ ഒരു സമയത്ത് കുറച്ച് നേരം അവരെ വാശി അടക്കാൻ വേണ്ടി ഞാൻ കൂടെ ഇരുന്നിട്ട് ഈ ഒരു സിറ്റ് ഔട്ടിൽ കൊണ്ട് കുറച്ച് നേരം വയ്ക്കും കേട്ടോ. അപ്പോൾ അവരെ അങ്ങ് കരച്ചിൽ ശാന്തമാവും. അച്ഛനെയൊക്കെ പറഞ്ഞ് ടാറ്റയാക്കി വന്ന ശേഷം ഞാൻ റൂമൊക്കെ വൃത്തിയാക്കി. ഞാൻ വൃത്തിയാക്കാൻ ചൂലെടുക്കുന്നതിന് മുമ്പേ അങ്ങോട്ട് ചൂലെടുത്ത് അങ്ങ് തൂപ്പ് തുടങ്ങി. അമ്മ അങ്ങ് മാറിയേ, നമ്മൾ തൂത്ത് തരാം എന്നുള്ള രീതിയിലാണ് രണ്ടുപേരും. ഇപ്പോൾ തൂക്കാൻ അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഞാൻ പറയുന്നില്ലേ കുഞ്ഞുങ്ങൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കണ്ടാണ് ശീലിക്കുന്നത്. അത് കൊച്ചിലെ അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇപ്പം നല്ല നല്ല കാര്യങ്ങൾ, അതായത് ഇപ്പോൾ തൂക്കുന്നതായിക്കോട്ടെ, അതുപോലെ നമ്മൾ ദേഷ്യപ്പെടുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നതൊക്കെ ഈ ഒരു കുഞ്ഞുങ്ങളുടെ മുമ്പിലൊക്കെ ചെയ്യുകയൊക്കെ ഇപ്പോൾ പേരൻസ് തന്നെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങളും അതേമാതിരി ആവർത്തിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഈ തൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൂക്കുന്നത് കണ്ടപ്പം അവർക്ക് രണ്ടുപേർക്കും തൂക്കണം ആ ഒരു രീതിയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ചൂടിന് വേണ്ടിയൊക്കെ വാശിയായിരുന്നു. പിന്നെ ഞാൻ പിടിച്ചു വാങ്ങിച്ച് ഞാൻ തന്നെ തൂത്തു രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ഹാളും റൂമും പിന്നെ കുഞ്ഞുങ്ങൾ ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നുണ്ടാവും. സോഫയിലൊക്കെ എപ്പോഴും ഉറുമ്പൊക്കെ വരും കേട്ടോ. ഈ കുഞ്ഞുങ്ങളെപ്പോഴും അവിടെ ഇരുന്നല്ലേ കഴിക്കുന്നത്. അതെല്ലാം വൃത്തിയാക്കിയിട്ട് വന്നപ്പോഴേക്കും റൂം ഓൾറെഡി വൃത്തിയാക്കിയതാണ്. അപ്പോഴേക്കും അവിടെ നിന്ന് കവറും ചാക്കും എല്ലാം കൂടെ വാരി താഴെയിട്ട് അത് ഒന്നേന്ന് അടുക്കി വെക്കുമ്പോഴേക്കും വീണ്ടും അത് വാരി താഴെ ഇടും കേട്ടോ. അത് എപ്പോഴും ഉള്ള ഒരു പരിപാടി തന്നെയാണ്. പിന്നെ അതൊന്നും എടുത്ത് മാറ്റാത്തത് പിന്നെ കുഞ്ഞുങ്ങൾ കുറച്ച് നേരമെങ്കിലും അതൊക്കെ ഇങ്ങനെ ഇട്ടായാലും അവിടെ അങ്ങ് ഇരിക്കും കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കേണ്ട സമയമായി. പിന്നെ 2 പേർക്കും കഴുത്തിൽ കെട്ടാനുള്ള അവരുടെ ആടയാഭരണങ്ങളൊക്കെ അണിയിച്ച് കുറുക്ക് കൊടുക്കാൻ വേണ്ടി ഇരുത്തി കേട്ടോ. പിന്നെ ഒരാൾക്ക് എന്തോന്ന് അറിയത്തില്ല, നിർബന്ധം പിടിച്ച് കുറച്ച് നേരമൊക്കെ മാറിയൊക്കെ ഇരുന്നു.
എന്നാൽ കൂടി കുടിക്കുന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും വെള്ളമൊക്കെ കൊടുക്കും കേട്ടോ ഫസ്റ്റ്. അങ്ങനെ വെള്ളത്തിൻ്റെ കുപ്പിക്ക് വേണ്ടിയിട്ട് പിന്നൊരു നിർബന്ധമാണ്, അത് 2 പേർക്കും വേണം. അങ്ങനെ ആ വെള്ളം എല്ലാം കൂടെ എടുത്ത് താഴെ ഒഴിച്ച ശേഷം കണ്ടോ പാൻറ്റൊക്കെ നനഞ്ഞിരിക്കുകയാണ്. ഞാൻ അതും ഇടയ്ക്ക് അച്ഛൻ്റെ തുണി എടുത്തു കൊണ്ടുവന്ന് അതൊക്കെ ഞാൻ തുടച്ചിടുകയാണ്. 2 പേർക്കും അങ്ങനെ എന്ത് സാധനം കിട്ടിയാലും വെള്ളത്തിന് വേണ്ടിയാണ്. പക്ഷേ 2 കുഞ്ഞുങ്ങളും വെള്ളമൊക്കെ അത്യാവശ്യം കുടിക്കും കേട്ടോ. ഈ സമയത്ത് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചൂടുവെള്ളം തണുപ്പിച്ച് നമ്മൾ എപ്പോഴും വേണമെങ്കിൽ കൊടുക്കേണ്ടതാണ്. അങ്ങനെ അതൊക്കെ കൊടുത്തു. വെള്ളം കൊടുക്കുന്ന സമയത്ത് എടുത്തങ്ങ് ഒഴിപ്പാണ്. വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ റാഗിയുടെ കുറുക്ക് 2 പേരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 പേർക്കും അങ്ങോട്ട് ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമ്പോൾ അവരെ വായിക്ക് അതിൻ്റെ രുചി അങ്ങ് മടുപ്പീര് തോന്നും കേട്ടോ. നമുക്കായിക്കോട്ടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ കറി കഴിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. 2 പേരും ആസ്വദിച്ചൊക്കെ ഇന്ന് എന്തുമായാലും അത് കുടിച്ചു കേട്ടോ. അങ്ങനെ കുടിക്കുന്ന സമയത്ത് ഇപ്പം ഒരു നിർബന്ധം എന്ന് പറയുന്നത് 2 പേർക്കും എൻ്റെ മടിയിൽ ഒരേ സമയമൊക്കെ കയറിയിരുന്ന് കുടിക്കണം. അങ്ങനെ അതൊരു നിർബന്ധമാണ് കേട്ടോ. 2 കുഞ്ഞു കുഞ്ഞുങ്ങളല്ലേ, അതും നിർബന്ധമൊക്കെ കഴിഞ്ഞ് 2 പേരെയൊക്കെ ഇരുത്തി കുറുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നു. എനിക്ക് വേണ്ടി രാവിലെ കുറച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി. കുഞ്ഞുങ്ങളപ്പോഴേക്കും അടുക്കളയിലേക്ക് വന്ന് കുറേ പാത്രങ്ങളൊക്കെ വാരിയിട്ട് അവരുടേതായ കലാപരിപാടികളിലൊക്കെ ഏർപ്പെട്ടു. പിന്നെ ഓൾറെഡി എല്ലാം തുടച്ചിട്ടിരുന്നതാണ്. എന്നാൽ കൂടി കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കുറച്ച് ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത്, ഇപ്പോൾ ചോറ് വെച്ച ഭാഗമായിക്കോട്ടെ, അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഇടാൻ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ചാമ്പലൊക്കെ വാരി അവിടെ അടുപ്പിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ട് എല്ലായിടം തുടച്ചൊക്കെ വൃത്തിയാക്കി ഇട്ടു കേട്ടോ. നമ്മളിപ്പം തുടയ്ക്കാതെയൊക്കെ പോയി ഇപ്പം കുറുക്കൊക്കെ ഉണ്ടാക്കിയ സ്ഥലമല്ല, അതിൻ്റെയൊക്കെ വേസ്റ്റ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഈച്ചയൊക്കെ ആയിരിക്കും. പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ 2 പേരെ എടുത്തുകൊണ്ട് വന്നു. കുറുക്കൊക്കെ കൊടുത്ത് ഒരുപാട് നേരം കഴിഞ്ഞാണ് കുളിപ്പിക്കുന്നത്. കാരണം അപ്പോൾ തന്നെ നമ്മൾ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മളങ്ങനെ കൊണ്ടുപോയി കുളിപ്പിച്ചുകൂടാ. കുറേ സമയമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവർ കളിച്ച് എഴുത്തൊക്കെ നടന്ന് അതിന് ശേഷം എണ്ണയൊക്കെ ഇട്ട് സുന്ദരി കുട്ടികളായി കുളിപ്പിച്ചു. പിന്നെ ഒരു വാശിയാണ് 2 പേർക്കും കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്. എന്ന് വിറ്റാമിൻ D3 കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കറക്റ്റായിട്ട് വന്നിരുന്ന് കുടിക്കും. ഇന്നിപ്പം ഞാൻ കൊടുക്കുന്ന സമയത്ത് ഒരു നിർബന്ധമായിരുന്നു, ആ കുപ്പി അവരുടെ കയ്യിൽ കൊടുക്കണം. അതിന് വേണ്ടിയായി ഈ വാശി കാണിക്കുന്നത്. പൂമ്പാറ്റ പെണ്ണ് കരയുന്നതൊക്കെ അത് അവളുടെ കയ്യിൽ കൊടുക്കണം, അവൾ സ്വന്തമായിട്ട് കുടിക്കുക എന്ന രീതിയാണ്. അങ്ങനെ 2 പേർക്കും മരുന്നൊക്കെ കൊടുത്തു. പിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വിറ്റാമിൻ D3 2-3 കവർ ഇവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ കയ്യിൽ കൊടുത്തു. അതൊക്കെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് കുറച്ച് നേരമൊക്കെ അടങ്ങിയിരിക്കും കേട്ടോ. അങ്ങനെ മരുന്ന് കുറച്ച് ഇങ്ങനെ ഉടുവിലോട്ട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ തുടച്ചു. അതിനുശേഷം തലയൊക്കെ ചീപ്പി സുന്ദരിയാക്കി നിർബന്ധമൊക്കെ അവസാനിപ്പിച്ചിട്ടാണ് എടുത്തുകൊണ്ടൊക്കെ പോകുന്നത് ഉറക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ ഇപ്പം വിറ്റാമിൻ D3 മരുന്ന് തന്നെ കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും കറക്റ്റ് 1 ml ആണ് കൊടുക്കുന്നത്, 1 ml ആണ് കൊടുക്കാൻ. ഡോസേജ് ഒന്നും തന്നെ ഏതൊരു മരുന്ന് കൊടുത്താലും ആ രീതിയിൽ തന്നെ, നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിയൊന്നും പോകരുത്. 2 പേരെ ഉറക്കാൻ കിടത്തിയ ശേഷം ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ട് വന്നു കേട്ടോ. ഇവർ ഉറങ്ങുന്ന സമയത്താണ് എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്.